എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധമധ്യായം 10 ശ്ലോകം 31, 32, 33, 34, 35 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. വിലങ്ങനെ തടഞ്ഞു നിന്ന ഉരുള് വലിച്ചപ്പോ ആ പടുമരങ്ങള് കടപുഴങ്ങി വലിയ ശബ്ദത്തോടു കൂടി മറിഞ്ഞു വീണു. മരം നിന്നിരുന്ന സ്ഥാനത്ത് ആ കുബേരപുത്രന്മാര് യഥാർത്ഥ രൂപത്തില് ശോഭിച്ചു. അവര് ഭക്തിയോടുകൂടി ദാമോദരമൂർത്തിയെ സ്തുതിക്കുകയാണ്. കരുണാർണവനായ ഭഗവാനെ, മധുരാമധുരാക്ഷികളിൽ ആസക്തന്മാരായി മരവിച്ചുപോയ ഞങ്ങൾക്ക് ഒരിക്കലും ഇന്ദിരവടിയെ കാണാനുള്ള യോഗ്യതയില്ല. ശ്രീ നാരദ മഹർഷിയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അവിടുത്തെ കാണാൻ സാധിച്ചത്. ഇനിയുള്ള കാലം ഇന്ദിരവടിയിൽ ഭക്തിയോടുകൂടി സർവേന്ദ്രിയങ്ങളെ കൊണ്ടും അവിടുത്തെ സേവിക്കാനും സജ്ജന സംസർഗം എല്ലായ്പ്പോഴും ഉണ്ടാവാനും അനുഗ്രഹിക്കണേ. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവര് ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ദാമോദരനെ ഉരലോടുകൂടി പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് പോവാണ്. ശ്ലോകങ്ങൾ നോക്കാം. ശ്ലോകം 31. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 31. ത്വം മഹാൻ പ്രകൃതി സൂക്ഷ്മ രജസത്വതമോമയി ത്വമേവ പുരുഷോധ്യക്ഷ സർവക്ഷേത്ര വികാരവിത്. സത്വഗുണം, രജോഗുണം, തമോ ഗുണം എന്നീ 3 ഗുണങ്ങൾ എന്നിങ്ങനെയുള്ള 3 ഗുണങ്ങള് ഒരേപോലെ ആയിരിക്കുമ്പോൾ ഏറ്റവും സൂക്ഷ്മരൂപിണിയായിരിക്കുന്ന പ്രകൃതിയും അതിന്റെ ആദ്യ വികാരാവസ്ഥയില് കാര്യരൂപേണ കാണപ്പെടുന്ന മഹത്തത്വവും ദേഹം, ഇന്ദ്രിയങ്ങള്, അന്ധകരണങ്ങള് ഇവയ്ക്കൊക്കെ അപ്പപ്പോ ഉണ്ടാവുന്ന വൃദ്ധി ക്ഷയാദികളും രാഗാദിഭാവങ്ങളും അറിയുന്നവനും ഇന്ദിരവടിയുടെ അംശഭൂതനും ഇവയ്ക്കെല്ലാം കർത്താവായി പ്രകാശിക്കുന്നവനുമായ പുരുഷനും എല്ലാം അവിടുന്ന് തന്നെയാണ്. അപ്പോ ഇങ്ങനെ സർവസ്വരൂപമായിരിക്കുന്ന പക്ഷം ഈശ്വരനും വികാരം ഉണ്ടാവില്ലേ? അതില്ല. അതിനുള്ള സമാധാനം പറയാണ്. സർവസ്വരൂപമായിരിക്കാനും അതേസമയം വികാരി അല്ലാതിരിക്കാനും ശക്തനാണ് എന്ന് കാണിക്കാനാണ് അവ്യയ ആ വാക്ക് അവിടെ പ്രയോഗിച്ചത്. ഭഗവാൻ അവ്യയനെന്നും ഭഗവാൻ എന്നും 2 വിശേഷണങ്ങൾ. എങ്ങും നിറഞ്ഞിരിക്കുന്നവനായതുകൊണ്ട് ഭഗവാനായി. അതിനാൽ നിർവികാരിയാണ് ഭഗവാൻ. എല്ലാ രൂപമായും ഇരിക്കുന്നത് പരസ്പരം വിരോധമാണല്ലേ. എല്ലാം ഭഗവാൻ. അതെങ്ങനെ അത് എല്ലാം കൂടി ഒന്നിച്ചാവണത്? അചിന്ത ശക്തിയുടെ നാഥനായിരിക്കുന്ന ഭഗവാനല്ലേ. ഭഗവാൻ ഇതെല്ലാം സാധിക്കും. ഇതെല്ലാം ഇത്രയും വർഷം മരങ്ങളായിട്ട് നിന്നപ്പോ അവർക്ക് ശരിക്കും ജ്ഞാനം വന്നു ആ നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട്. ഗൃഹ്യമാണേത്വമഗ്രാഹ്യോ വികാരൈ പ്രാകൃതേർഗുണൈ കോ നിന്വാർക്കതി വിജ്ഞാതും പ്രാക്സിദ്ധം ഗുണസംവൃത. ഈശ്വരൻ എല്ലാമായി വിളങ്ങുന്നവനും നിർവികാരിയുമാണെന്ന് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ഇവിടെ അപ്പൊ അതിന്റെ കുറച്ച് ശങ്ക. അതെങ്ങനെയാ അത് അങ്ങനെ ഇരിക്കണത്? എല്ലാമായിട്ട് വിളങ്ങണം നിർവികാരിയുമാണെന്ന് പറയണം. എല്ലാം ഈശ്വരനായ ഞാനാണെങ്കിൽ ലോകത്തിൽ കാണപ്പെടുന്ന ഈ ഘടപടാദി പദാർത്ഥങ്ങളെ അറിയുന്നവരെല്ലാം ഈശ്വരനെ അറിഞ്ഞവരല്ലേ. ഈശ്വരൻ തന്നെയാണ് ബ്രഹ്മവും. ഭഗവാൻ തന്നെയാണല്ലോ ബ്രഹ്മവും. അപ്പൊ ബ്രഹ്മത്തെ അറിഞ്ഞവരൊക്കെ മുക്തന്മാരാവും അല്ലെ. അപ്പൊ എല്ലാവരും മുക്തന്മാരായ പിന്നെ ഉപദേശിക്കത്തക്ക വേദശാസ്ത്രം ഇവയൊന്നും ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സേവ്യൻ സേവകൻ എന്ന ഭേദവും ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സ്തുതി തന്നെ ചേർച്ചയുള്ളതല്ല എന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള സമാധാനം പറയാണ്. ബുദ്ധിയിന്ദ്രിയാദികള് കാര്യങ്ങളാണ്. അവയുടെ കാരണങ്ങൾ പ്രകൃതിയിൽ നിന്ന് ജനിക്കുന്ന സത്വാദി ഗുണങ്ങളാണ്. കാണപ്പെടുന്ന പദാർത്ഥങ്ങൾക്ക് കാണുന്നവനെ അറിയാൻ കഴിയില്ല. അതെ അല്ലെ. ആ പദാർത്ഥങ്ങൾക്ക് കാണുന്നവനെ അറിയാൻ കഴിയില്ലല്ലോ. അപ്പോ അതുപോലെ ബുദ്ധിയിന്ദ്രിയാദി വികാരങ്ങളെ അറിയുന്ന നിന്തിരുവടിയെ അറിയാൻ അവർക്കും ശക്തിയില്ല. എന്നാൽ ഈശ്വരാംശമായിട്ടുള്ള ജീവനോ അറിയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈ ദേഹേന്ദ്രിയാദികളാൽ മൂടപ്പെട്ടിരിക്കുന്ന ജീവന് ഗുണോൽപത്തിക്ക് മുമ്പുള്ള ഭഗവാനെ അറിയാൻ ഒരിക്കലും കഴിയില്ല. ആരാലും അറിയപ്പെടാൻ കഴിയാത്തവനാണ് അവിടുന്ന്. തസ്മൈ തുഭ്യം ഭഗവതേ വാസുദേവായ വേധസേ
മദ്യോദഗുണൈ ഛന്നമഹിംനേ ബ്രഹ്മണേ നമ. അറിയപ്പെടാൻ കഴിയാത്തവനായതുകൊണ്ട് നമസ്കരിക്കുക മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ ഞങ്ങൾക്ക് എന്ന് പറയാണ്. സൂര്യരശ്മികൾ തട്ടി ആവിയായിട്ട് പൊങ്ങി ആകാശത്തിൽ വ്യാപിച്ചിരിക്കുന്ന മേഘങ്ങള് മനുഷ്യദൃഷ്ടിയിൽ നിന്ന് സൂര്യബിംബത്തെ തന്നെ മറയ്ക്കുന്നത് പോലെ നിന്തിരുവടിയാൽ തന്നെ പ്രകാശിപ്പിക്കപ്പെടുന്ന ഗുണങ്ങളാൽ ഈ ബുദ്ധ്യാദി വൃത്തികളിൽ നിന്ന് മറയ്ക്കപ്പെട്ട മഹിമയോടുകൂടിയവനും എല്ലാം ചെയ്യാൻ ശക്തനും സകലത്തിന്റെയും സൃഷ്ടികർത്താവും ഇപ്പോ വസുദേവരുടെ പുത്രനായി അവതരിച്ചിരിക്കുന്നവനും ബ്രഹ്മസ്വരൂപനുമായിരിക്കുന്ന ആ നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയണവര്. യസ്യാവതാരാജ്ഞായന്തെ ശരീരേഷ്വശരീരിണ തൈസ്തൈ അതുല്യാതിശയൈ വീര്യൈർദേഹിഷ്വസംഗതൈ. ലോകത്തിലെ സാദൃശ്യപ്പെടുത്താനും ആധിക്യം കാണിക്കാനും കഴിയാത്ത വിധം അസാധാരണങ്ങളായ ഓരോവിധ പരാക്രമങ്ങള് അവിടുന്ന് കാണിക്കണം. ഈ മാതിരിയുള്ള പരാക്രമം സാധാരണ പ്രകൃത ശരീരികളിൽ കാണപ്പെടുകയില്ല. സാധാരണ ആർക്കും ചെയ്യാൻ പറ്റാത്ത പരാക്രമങ്ങളാണ് ഭഗവാൻ അവിടുന്ന് ചെയ്യണത്. അതുകൊണ്ട് ശരീരമില്ലാത്തവനാണെങ്കിലും നിന്തിരുവടി തന്റെ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാൻ ശരീരം സ്വീകരിച്ചിരിക്കുന്നതാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അപ്രാകൃത പരാക്രമ ലക്ഷണങ്ങളാൽ നിന്തിരുവടി മഹാവിഷ്ണുവിന്റെ പൂർണ്ണ അവതാരമാണെന്ന് ഞങ്ങൾ അറിയണു. അതാണ് അവര് പറയണത്. സഭവാൻ സർവലോകസ്യ ഭവായ വിഭവായ ച അവതീർണോംശഭാഗേന സംപ്രതം പതി ആശിഷാം. ഇങ്ങനെ ഭഗവാൻ അവതരിച്ചതിന്റെ പ്രയോജനം എന്താണ് അത് പറയണവര്. ഇന്ദ്രാദി ദിക്പാലകന്മാർക്കും മറ്റെല്ലാവർക്കും ഓരോരോ അധികാരം കൊടുത്ത് അവരെ കൊണ്ട് ലോകത്തിൽ ധർമ്മസ്ഥാപനം ചെയ്യിച്ചും അങ്ങനെ ധർമ്മപരിപാലനം ചെയ്യുന്നവരെ അവസാനത്തിൽ സംസാരത്തിൽ നിന്ന് ഉദ്ധരിച്ച് അവർക്ക് മോക്ഷം കൊടുത്തും രക്ഷിക്കണം. അങ്ങനെ അതുപോലെയുള്ള സാമർഥ്യമുള്ള അവിടുന്ന് അങ്ങയുടെ അംശങ്ങളായിരിക്കുന്ന ബലരാമാദികളോടുകൂടി ഇപ്പോൾ അവതരിച്ചിരിക്കുന്നു. ഭക്തന്മാർക്ക് ഭുക്തിയും മുക്തിയും നൽകുന്നത് തന്നെ അവിടുത്തെ അവതാര പ്രയോജനം. അതാണ് അതിന്റെ സാരം. സ്തുതി തുടരണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.